എല്ലാവർക്കും നമസ്കാരം. ദളപതി വിജയ് രൂപീകരിച്ച തമിഴക വെട്രി കഴകത്തിന്റെ ഫ്ലാഗ് ഓഫ് വീഡിയോ വലിയ ജനശ്രദ്ധ നേടിയിരുന്നു. കുറച്ച് ദിവസങ്ങളായിട്ട് ഇതിന്റെ ചർച്ച വലിയ രീതിയിൽ നടക്കുകയായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് അലിഗേഷൻസ് ഉയർന്ന ഒരു ആനിമേഷൻ വീഡിയോ കൂടിയാണ് TVKയുടേത്. ഇതിനെക്കുറിച്ചിട്ടാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഒരുപാട് വലിയ വീഡിയോ ഒന്നുമല്ല, കുറച്ച് കാര്യങ്ങൾ പ്രധാനമായിട്ട് പറയാനുണ്ട്. അതിനു മുൻപ് ഒരുപാട് ഇൻഫോർമേഷൻസും അപ്ഡേഷൻസും ഈ ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. കൂടാതെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ സ്വാതിശ്രീ KS. ലെറ്റ് us talk about everything. വെൽക്കം ബാക്ക് ടു ടോക്ക് സ്പേസ്. ഒരു നല്ല രാഷ്ട്രീയക്കാരൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിൽ ഓടി വരുന്നത് എന്താണ്? സമൂഹത്തോട് പ്രതിബദ്ധത കാണിക്കുന്നവരാണ്. ജനങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവർക്ക് വേണ്ടി പോരാടുന്നവർ, അല്ലെ? നമ്മുടെ കൊച്ചു കേരളത്തിൽ അങ്ങനെ എടുത്തു പറയാൻ ഒരുപാട് നല്ല രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്. എന്നാൽ കപട രാഷ്ട്രീയക്കാരും ഉണ്ട്. രാഷ്ട്രീയത്തിന്റെ കാര്യത്തിൽ കേരളത്തെക്കാൾ കുറച്ചുകൂടി മുന്നിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ തമിഴ്നാട് തന്നെയാണ്. തമിഴ്നാട് രാഷ്ട്രീയം നമുക്കറിയാം. ജനങ്ങൾ ദൈവത്തെക്കാൾ കൂടുതൽ വിശ്വസിക്കുന്നതും ആരാധിക്കുന്നതും രാഷ്ട്രീയക്കാരെയും അതുപോലെ സിനിമാ പ്രവർത്തകരെയുമാണ്. ഇപ്പൊ ജയലളിതയെ പോലെ ഉള്ളവരെ തമിഴ്നാട്ടുകാർ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്നത് അവർ സമൂഹത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെയാണ്. ജനങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുമായിരുന്നു ജയലളിതയ്ക്ക്. ജനങ്ങൾക്ക് വേണ്ടി കണ്ണിൽ പൊടിയിട്ടുള്ള പ്രവർത്തനമല്ലായിരുന്നു കാഴ്ചവെച്ചിരുന്നത്. ഒരുപാട് എതിരാളികൾ അവർക്കെതിരെ ഉണ്ടായിരുന്നു. എങ്കിലും ജനങ്ങൾക്ക് അന്നാണെങ്കിലും ഇന്നും എന്നും വിശ്വാസം ഉണ്ടായിരുന്നത് ജയലളിതയോടെ ആയിരുന്നു. എന്നാൽ കപട രാഷ്ട്രീയക്കാർ തമിഴ്നാട്ടിൽ ഇല്ല എന്നല്ല അതിനർത്ഥം. അവരുമുണ്ട്. കുറച്ചുകൂടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നത് പോലെ കാണിച്ചാൽ മാത്രമേ തമിഴ്നാട്ടിൽ ജയിക്കാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ അവിടെയുള്ള ജനങ്ങളുടെ മനസ്സ് പിടിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതൊന്നുമല്ല. സിനിമാക്കാരുടെ രാഷ്ട്രീയം എന്നും കേരളത്തിൽ നിന്നും കുറച്ചുകൂടി വ്യത്യസ്തമായാണ് തമിഴ്നാട്ടിൽ നിലകൊള്ളുന്നത്. സിനിമാക്കാരെയും രാഷ്ട്രീയക്കാരെയുമാണ് തമിഴ് ജനത എന്നും കൂടുതൽ ആരാധിക്കുന്നത്. കേരളത്തിൽ സിനിമാ രംഗത്ത് നിന്നും നടന്മാർ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ കേൾക്കാത്ത ചീത്തപ്പേരുകളൊന്നുമില്ല, അല്ലെ? അവർക്ക് അഭിനയിക്കാനേ അറിയൂ, രാഷ്ട്രീയം വശമില്ല, അവർ ഇനി എന്ത് നല്ല പ്രവൃത്തി കാണിച്ചാലും ഇല്ലെങ്കിലും സിനിമയിലെ അഭിനയം രാഷ്ട്രീയത്തിൽ നടക്കില്ല എന്ന് പറഞ്ഞ് അതങ്ങ് തള്ളും. ശരിയാണ്, കേരളത്തിൽ സിനിമാക്കാരുടെ രാഷ്ട്രീയം വളരെ ഫെയിൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ജനങ്ങൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ വളരെ പ്രയാസകരമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. എന്നാൽ തമിഴ്നാട്ടിൽ സ്ഥിതി അതല്ല. സിനിമാ നടന്മാരും നടിമാരുമാണ് എന്നും അവിടെ വിജയിച്ചിട്ടുള്ളത്. എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പൊ MGR ആണെങ്കിലും ജയലളിത ആണെങ്കിലും എല്ലാ സിനിമാ പ്രവർത്തകർ തന്നെയായിരുന്നു. അവർ സിനിമയിലാണെങ്കിലും രാഷ്ട്രീയത്തിലാണെങ്കിലും ഹീറോസ് ആണ് ജനങ്ങൾക്കിടയിൽ, അല്ലെ? ഇനി പരാജയപ്പെട്ടവരും ഉണ്ട് തമിഴ്നാട്ടിൽ. ഇപ്പൊ പരാജയപ്പെട്ട സിനിമാ താരങ്ങളും ഉണ്ട്, ഇല്ല എന്നല്ല. ശിവാജി ഗണേശൻ മുതൽ കമലഹാസൻ, ഖുശ്ബു, ശരത് കുമാർ ഇവരെല്ലാം രാഷ്ട്രീയത്തിൽ പരാജയപ്പെട്ടവർ തന്നെയാണ്. ഇതിൽ മെയിൻ ആയിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് തമിഴ് ജനത കൂടുതലും സാധാരണ ജനതയാണ്. അതുകൊണ്ട് ഇപ്പം അവിടെ സിനിമയെക്കാളും കൂടുതൽ ആത്മാർത്ഥമായി രാഷ്ട്രീയത്തിൽ കാണിച്ചാൽ മാത്രമേ കാര്യമുള്ളൂ. ഇപ്പോൾ ഇതാ നടൻ വിജയ് രാഷ്ട്രീയത്തിലേക്ക് രംഗപ്രവേശനം ചെയ്യാൻ ഒരുങ്ങുകയാണ്. തമിഴക വെട്രി കഴകം ഒരു വർഷം മുൻപേ ഇത് വലിയ രീതിയിൽ ചർച്ചകൾ ആയിരുന്നു. ഇക്കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ വിജയിയുടെ കാൽവെപ്പ് എല്ലാവരും ഉറ്റുനോക്കിയിരുന്നെങ്കിലും 2026 നിയമസഭാ ഇലക്ഷനിൽ മത്സരിക്കുകയുള്ളൂ എന്നാണ് വിജയ് തീരുമാനിച്ചിരിക്കുന്നത്. നമുക്കറിയാം, തമിഴ്നാട്ടിൽ 2 പാർട്ടികളാണ് പ്രധാനമായിട്ടും മുന്നിട്ട് നിൽക്കുക അല്ലെങ്കിൽ നിലകൊള്ളുന്നത്. കാര്യമായിട്ടും DMKയും AIADMK തുടങ്ങിയ പാർട്ടികളാണ്. ഇവർക്ക് വിജയുടെ TVK പാർട്ടി എത്രത്തോളം വെല്ലുവിളിയാകുമെന്നാണ് ജനം ഉറ്റുനോക്കുന്നത്. അടുത്ത തലൈവറാകാൻ ഒരുങ്ങുകയാണ് വിജയ്. ഇത് എത്രത്തോളം പ്രാവർത്തികമാകും എന്നുള്ളതും അറിയില്ല. അതല്ല, വിജയുടെ പാർട്ടി വെറും ഒരു പ്രഹസനം മാത്രമാണോ കാഴ്ചവെക്കുന്നതെന്നും കണ്ടറിയേണ്ട കാര്യമാണ്. ഇപ്പോൾ വിജയുടെ തമിഴക വെട്രി കഴകത്തിലെ ഫ്ലാഗ് ഓഫ് വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. വിജയ് സിനിമകളിൽ നമ്മൾ എന്നും ആകൃഷ്ടരാകാറെന്നാണ്. സിനിമയിലെ ഹൈലൈറ്റ് ചെയ്യുന്ന പാട്ടുകൾ തന്നെയാണ്. അതുപോലെ മാസ് പാട്ടാണ് ഇവിടെയും ഉണ്ടായിട്ടുള്ളത്. ഒരുപാട് സപ്പോർട്ട്സും അലിഗേഷൻസും ഈ പാട്ടുമായിട്ട് ബന്ധപ്പെട്ട് ജനങ്ങൾ പറയുന്നുണ്ട്. അതിൽ പ്രധാനമായ ഒന്നാണ് ഫ്ലാഗിന്റെ ഡിസൈൻ. കംപ്ലീറ്റ്ലി ഒരു സ്പെയിൻ ഫ്ലാഗിന്റെ സാമ്യം ഉണ്ടെന്നുള്ളത്. സ്പെയിൻ എന്ന രാജ്യത്തിന്റെ ഫ്ലാഗുമായിട്ട് നല്ല സാമ്യമാണ് അതിനുള്ളത്. പോരാത്തിന് അതിൽ ഹൈലൈറ്റ് ചെയ്യുന്ന ഒന്നാണ് 2 ആനകൾ.
ആ ആന വളരെ പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് ആ ഒരു പാട്ടിൽ കാണിക്കുന്നത്. പക്ഷെ ഇന്ത്യൻ ആനകളെ എന്തുകൊണ്ട് വിജയ് അത് കാണിച്ചില്ല എന്നാണ് എല്ലാവരും ആരോപിക്കുന്നത്. കാരണം വിജയുടെ പാട്ടിൽ കാണിക്കുന്ന ആനകൾ ഒരിക്കലും ഇന്ത്യൻ ആനകളല്ല, ആഫ്രിക്കൻ ആനകളാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഇതൊന്നും വലിയ പ്രശ്നമുള്ള ഒന്നല്ല. പക്ഷെ പാട്ടിലല്ലല്ലോ കാര്യം, പ്രവൃത്തിയിലാണല്ലോ അല്ലെ. ഫ്ലാഗിന്റെ സിമ്പിൾ ആയ ആനയുടെ പേര് പറഞ്ഞപ്പോ BSP പാർട്ടി മുന്നോട്ട് വന്നിട്ടുണ്ട്. അവര് പറയുന്നത് ആന അവരുടെ സിമ്പിൾ ആണെന്നുള്ളതാണ് അവരുടെ പ്രശ്നം. ഇതിനൊന്നും ഇതുവരെ വിജയ് മറുപടി നൽകിയിട്ടില്ല. പിന്നെ വീഡിയോ നൽകുന്ന ഒരു മെസ്സേജ് എന്തെന്ന് പറഞ്ഞാൽ, രാജ്യത്തെ നശിപ്പിക്കുന്ന 2 കൊമ്പൻ ആനകളെ നിലം പരിശാക്കുന്ന ഒരു വീഡിയോ ആണ്, അത് സന്ദേശമാണ് അത് കാണിക്കുന്നത്. അതിൽ നിന്നും തന്നെ നമുക്ക് മനസ്സിലാക്കാം ആ കൊമ്പന്മാർ ആരാണെന്ന്. തമിഴ് രാഷ്ട്രീയത്തിലെ കൊമ്പന്മാർ ആരാണ്? DMKയും AIADMKയുമാണ്. അവരെ നിലം പരിശാക്കുന്ന മെസ്സേജ് ആണ് ഇതിൽ കാണിക്കുന്നത്. വിജയുടെ പാർട്ടി നയം ആണ് വിജയ് പാർട്ടിയുടെ ഫ്ലാഗിലും ഗാനത്തിലുമുള്ളത്. ലോക്സഭയിൽ നിശബ്ദനായി പതുങ്ങിയിരുന്നത് നിയമസഭ പിടിച്ചെടുക്കാൻ വേണ്ടിയായിരുന്നു വിജയ്. പാർട്ടി ഫ്ലാഗിൽ പ്രധാന ആകർഷകമായ ഒന്നാണ് അതിലെ മധ്യത്തിലുള്ള ഒരു പൂവ്. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, അത് വാഗപ്പൂവാണ്. ഈ തമിഴ് ചരിത്രം പരിശോധിച്ചാൽ അറിയാം, യുദ്ധം ജയിച്ചു വരുന്ന വീരന്മാർക്ക് വാഗപ്പൂ ചാർത്തി സ്വീകരിക്കാറുണ്ട്. അതിനർത്ഥം വിജയശ്രീയായി വരുന്നവർ എന്നാണ് അതിനർത്ഥം. അതായത് തമിഴ് വിജയത്തിന്റെ ചിഹ്നമാണ് ഈ വാഗപ്പൂ. തമിഴിലെ കറുത്ത രാഷ്ട്രീയമായ DMKയും AIADMKയും ദ്രാവിഡ രാഷ്ട്രീയത്തെ വെളുത്ത കൊമ്പന്മാരെ കൊണ്ട് വെട്ടി വീഴ്ത്തുന്നു എന്നുള്ളതാണ്. വ്യക്തമായ സന്ദേശമാണ് വിജയ് പാർട്ടി നൽകുന്നത്. ഗാനത്തിൽ ജനം 2 കൈ നീട്ടി സ്വീകരിക്കുന്നത് പോലെ യാഥാർത്ഥ്യത്തിൽ സംഭവിക്കുമോ എന്നുള്ളത് കണ്ടറിയാം. തലൈവർ കരുണാനിധിക്ക് ഒപ്പം എത്തുമോ വിജയ് എന്നുള്ളതാണ് ഇനി ചിന്തിക്കേണ്ടതായിട്ടുള്ളത്. അതോ സിനിമകളിൽ മാത്രം മാസ് കാണിക്കുന്നത് പോലെ മാസ് വെറും പാട്ടിൽ ഒതുങ്ങുമോ എന്നുള്ളതും കണ്ടറിയണം. ഇതെല്ലാം കാണാൻ ഇരിക്കുന്നതേ ഉള്ളൂ. തമിഴ് രാഷ്ട്രീയ ചരിത്രത്തിൽ എന്ത് മാറ്റമാണ് തമിഴക വെற்றி കഴകം കൊണ്ടുവരിക? അങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരാൻ കഴിഞ്ഞാൽ വിജയ് അടുത്ത മുഖ്യമന്ത്രിയാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ ആകുമോ എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ.